ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ, അതായത് ഈ വീഡിയോ മുതൽ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് ഒരു റിവിഷൻ ക്ലാസ് സീരീസ് ആയിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ LGSന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ്സുകൾ ഏകദേശം 41 വീഡിയോസ് നമ്മൾ LGSന് വേണ്ടിയിട്ട് മാത്രം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ നമ്മൾ SCRTയുടെ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ ഒത്തിരി ആളുകൾ നല്ല സ്കോർ ചെയ്തു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് ഓരോ ദിവസവും സിലബസിലെ പാർട്ട് ഏതാണോ എന്ന് കാണിച്ചുകൊണ്ട് അത് തന്നെയായിരിക്കും നമ്മൾ റിവിഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങിയ ആളുകൾക്കും അതുപോലെ തന്നെ ഇതുവരെ പഠിക്കാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എന്ത് ചെയ്യും, ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2 മാസങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരു സ്റ്റേജ് മാത്രമേ ഡിസംബറിൽ കഴിയുന്നുള്ളൂ. ബാക്കി 3-4 സ്റ്റേജുകൾ ബാക്കിയുള്ളത് ജനുവരിയിലും ഫെബ്രുവരിയിലും ആയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യും, പരമാവധി നമ്മൾ ഓരോ ദിവസം മിനിമം 2 ക്ലാസ്സെങ്കിലും നൽകിയിട്ട് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സിലബസ് കേട്ടോ. ഏകദേശം ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഒക്കെ കൂടിയിട്ട് ഒരു 60 മാർക്കിനുണ്ട്. 6 മൊഡ്യൂളുകളും തന്നിട്ടുണ്ട്. എല്ലാ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചാണുള്ളത്. 10 മാർക്ക് വെച്ചിട്ടുണ്ട്. വേറെന്താ ഉള്ളത്, മനുഷ്യ ശരീരം, പൊതു അറിവ്, അതായത് നാച്ചുറൽ സയൻസ്, നമ്മുടെ ബയോളജിയുടെ ഭാഗത്ത് ബയോളജിക്ക് മാത്രമായിട്ട് നമുക്ക് 10 മാർക്കുണ്ട്. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും കൂടെ 10 മാർക്ക്. അപ്പോൾ 80 മാർക്കായി. ബാക്കിയുള്ള 20 മാർക്ക് മാത്സിനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇതിന് ഏകദേശം എത്ര മാർക്കുണ്ട്? 10 മാർക്കിനാണ് അല്ലേ? എല്ലാ മൊഡ്യൂളും 10 മാർക്കാണ്. അപ്പോൾ ഇതിൽ 10 മാർക്കാണ് നമ്മൾക്ക് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിന് പുറമെ തന്നെ നമ്മൾ എക്സ്ട്രാ പറയും. ആ പോയിന്റുകൾ നിങ്ങൾ പിക്ക് ചെയ്തെടുത്തോളാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, അതായത് 3ാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന 1ാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏകദേശം 100 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുന്നതോടെ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനെപ്പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾ കയ്യിലുണ്ടാവും. അത് നിങ്ങൾ പഠിച്ചതാണല്ലോ, അപ്പോൾ റിവിഷനായിട്ട് തന്നെ എടുത്തുക. 1ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് ഏതാ? 1857 വിപ്ലവമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏതാ? 1857 വിപ്ലവമാണ്. ഇനി മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാ? 1857 വിപ്ലവമാണ്. മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാലും ഇത് തന്നെയാ 1857 വിപ്ലവമാണ്. അങ്ങനെയാണെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്. 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നായിരുന്നു 1857 മെയ് 10 അല്ലെ. 1857 മെയ് 10 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, എന്താ? പുതിയ തരം തോക്കിൽ അല്ലെ. ഓപ്ഷൻ ബി ആണ്. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തോക്കിൻ തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ നിർബന്ധിച്ചതായിരുന്നു 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി നമ്മൾ പഠിച്ചു, 1857 മെയ് 10. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? അതായത് 1856 മുതൽ തന്നെ സൈനികർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എൻഫീൽഡ് P53, ഓർത്ത് നോക്കണം, P53 കേട്ടോ. ആ തോക്കിന്റെ പേരാണ് എൻഫീൽഡ് കേട്ടോ. എൻഫീൽഡ്
P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകി. ഈ പുതിയ തരം തോക്കിൽ എന്തുണ്ടായിരുന്നു? ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചു. ഇതുകൊണ്ടായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് എന്ത് ചെയ്തു? അതായത് മുസ്ലിങ്ങളായ ആളുകളും ക്രിസ്ത്യൻസായ ആളുകളൊക്കെ എന്തിലുണ്ടാവും? നമ്മുടെ സൈനികരിലുണ്ടാവും അല്ലെ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പന്നിയുടെയും പശുവിന്റെയും ഒന്നും കൊഴുപ്പ് അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് എന്ത് നിർബന്ധിച്ച് ഇവരെ ഏൽപ്പിച്ചു, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അതെന്ത് ചെയ്തു? പിന്നീട് കലാപത്തിലെത്തി. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കാൻ ഇന്ത്യക്കാരെ നിർബന്ധിച്ചതായിരുന്നു. കൂടാതെ കുറച്ചുകൂടി കാരണങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. ഒന്നാമത്തത് ദത്തവകാശ നിരോധന നിയമം. ഈ ദത്തവകാശ നിരോധന നിയമം ഏതാ വർഷം? 1848 അതുപോലെ പോസ്റ്റ് ഓഫീസ് നിയമം 1854, അതുപോലെ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, അതുപോലെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, അതുപോലെ കാർഷിക മേഖലയിലെ അസംതൃപ്തി. ഇതൊക്കെ എന്തായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അടിയന്തര കാരണം ചോദിച്ചാൽ ഏതാ? 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തോക്കിൻ തിരകൾ, അതായത് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തോക്കിൻ തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ചിട്ട് വെടിവെക്കാൻ ഉത്തരവ് നൽകിയതാണ്, അല്ലെങ്കിൽ വെടിവെക്കാൻ ഇന്ത്യക്കാരെ നിർബന്ധിച്ചതായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആ സമയത്തെ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ബഹദൂർ ഷാ സെക്കൻഡ് ആണ് അല്ലെ? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് ആരാ? മംഗൾ പാണ്ഡെ ആണ്. ഓപ്ഷൻ ബി ആണ്, മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ ആരാ? മംഗൾ പാണ്ഡെയാണ്. അങ്ങനെയാണെങ്കിൽ 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട് നമ്മൾ ഡേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1857 മെയ് 10 അത് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? അതായത് 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? മീററ്റിലാട്ടെ. എവിടെയാ? മീററ്റിലാണ്. ഓപ്ഷൻ സി ആണ്, മീററ്റിലാണ്. ഇനി 1857 വിപ്ലവത്തിന്റെ ഭാഗമായിക്കൊണ്ട് മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? 1857 വിപ്ലവത്തിന്റെ ഭാഗമായിക്കൊണ്ട് മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ജെയിംസ് ഹ്യൂസൺ. ഓപ്ഷൻ ഡി ജെയിംസ് ഹ്യൂസൺ ആണ്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ആര്? മംഗൾ പാണ്ഡെ. ഇനി ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്? ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ആരെയാ? ബഹദൂർ ഷാ രണ്ടാമനെയാണ്, ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. ഓർത്തുക, ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ഷഹൻഷാഹി ഹിന്ദുസ്ഥാനിയായിട്ട് പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരെയാ? ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. ഇനി ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയതാരാ? ജെയിംസ് ഹ്യൂസനെ നമ്മൾ പറഞ്ഞു, മംഗൾ പാണ്ഡെ ആരെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ എന്നാൽ അത് ഇങ്ങനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഓപ്ഷൻ സി ആണ്, ജോൺ ഹെയ്സി ആട്ടാരാ? ജോൺ ഹെയ്സി ആണ്. ഇനി 11ാമത്തെ ചോദ്യം, ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ആരാണ്? ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ആരാണ്? അതായത് മംഗൾ പാണ്ഡെയെ പിടികൂടാൻ ആര് പറഞ്ഞു? ജോൺ ഹെയ്സി പറഞ്ഞു അല്ലേ? ജോൺ ഹെയ്സി എന്ന് പറഞ്ഞു, മംഗൾ പാണ്ഡെയെ പിടികൂടണമെന്ന് പറഞ്ഞു. അത് നിരാകരിച്ചതിന്റെ പേരിൽ, ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആര്? ജാമോദർ ഈശ്വരി പ്രസാദ് കേട്ടോ. ജാമോദർ ഈശ്വരി പ്രസാദ് ആണ്. ഓപ്ഷൻ സി ആണ്, ജാമോദർ ഈശ്വരി പ്രസാദ്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന്
തൂക്കിലേറ്റപ്പെട്ട സൈനികൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? ദാമോദർ ഈശ്വരി പ്രസാദ് ആണ്. ഇനി 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? 1857 കലാപത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാ? ജോൺ ഫിനിസ്. ഓപ്ഷൻ എ ആണ് ജോൺ ഫിനിസ്. ഇനി 13ാമത്തെ ചോദ്യം, മംഗൾ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് എന്നാണ്. മംഗൾ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് എന്ന ഓപ്ഷൻ സി ആണ് 1857 മാർച്ച് 29. 1857 മാർച്ച് 29 ഇനി മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ഏതാണ്? മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ഏതാ? 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ആണ്. ഇനി 15ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? 1857 കലാപത്തിലെ വിപ്ലവകാരികളുടെ രഹസ്യമുദ്ര ചോദിച്ചാൽ എന്തായിരുന്നു? താമരയും ചപ്പാത്തിയും കേട്ടോ. താമരയും ചപ്പാത്തിയുമാണ്. ഓപ്ഷൻ ബി ആണ് താമരയും ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ഇനി 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? 1857 വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ചോദിച്ചാൽ ഏതാ? ഡൽഹി ആട്ടോ. ഏതാ? ഡൽഹിയാണ്. ഓപ്ഷൻ സി ആണ് ഡൽഹിയാണ്. ഇനി 1857 കലാപത്തിൽ വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തതെന്നാണ്? 57 കലാപത്തിൽ വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് എന്നാ മെയ് 12 മെയ് 12. 1857 മെയ് 10 വിപ്ലവം ആരംഭിക്കുന്നത്. മെയ് 12 ഏത് പിടിച്ചെടുത്തു? ഡൽഹിയും പിടിച്ചെടുത്തു. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമറ ഉപയോഗിച്ച വിപ്ലവകാരി ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് താന്തിയോ തോപ്പി. ഓപ്ഷൻ ബി താന്തിയോ തോപ്പി. ഇനി 19ാമത്തെ ചോദ്യം, ഗ്വാളിയോർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് പോലീസ് മേധാവി ആരാണ്? ഗ്വാളിയോർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവി ചോദിച്ചാൽ ആരായിരിക്കും? ഹ്യൂഗ് റോസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഹ്യൂഗ് റോസ് ആണ്. ഇനി താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് രാമചന്ദ്ര പാണ്ഡുരംഗ. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. ഇനി നാനാ സാഹിബിന്റെ പട്ടാള മേധാവി എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബിന്റെ പട്ടാള മേധാവി എന്നറിയപ്പെടുന്നതാണ് ആര്? താന്തിയോ തോപ്പി. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് ആര്? താന്തിയോ തോപ്പി. ഇനി പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ ആരാണ്? പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ സി ആണ് നാനാ സാഹിബ്. ആരാ? നാനാ സാഹിബ്. ഇനി നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താ? നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ എന്താ? ദോണ്ടു പന്ത് കേട്ടോ. എന്താ? ദോണ്ടു പന്ത്. 24ാമത്തെ ചോദ്യം, കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂരിൽ ആരാ? നാനാ സാഹിബ് അല്ലെ. കാൺപൂരിൽ ആരാ? നാനാ സാഹിബാണ്. 25ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടതെന്നാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് എന്ന ഓപ്ഷൻ സി ആണ് 1858 ജൂലൈയിലാണ്. ഇനി ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാം? ഒന്നാം സ്വാതന്ത്ര്യ സമരം ഡൽഹിയിൽ അടിച്ചമർത്തിയ സൈനിക മേധാവി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ജോൺ നിക്കോൾസൺ അല്ലെ. ജോൺ നിക്കോൾസൺ ആണ്. ജോൺ നിക്കോൾസൺ ആണ്. ഇദ്ദേഹമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? ജോൺ നിക്കോൾസൺ ആണ് കേട്ടോ. ജോൺ നിക്കോൾസൺ ആണ്. ഇനി 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? ക്യാനിങ് പ്രഭു അല്ലെ. ഓപ്ഷൻ സി ആണ് ക്യാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? ക്യാനിങ് പ്രഭു ആണ്. ഇനി 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ചോദിച്ചാൽ ആരാ? കോളിൻ ക്യാമ്പൽ ആണ്. ഓപ്ഷൻ ബി കോളിൻ ക്യാമ്പൽ. 29ാമത്തെ ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ആരാണ്? 57 വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ്
വിക്ടോറിയ രാജ്ഞിയാണ്. 30ാമത്തെ ചോദ്യം 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ആരാ? പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ഓപ്ഷൻ ബി ആണ് പാൽമേഴ്സ്റ്റൺ. 31ാമത്തെ ചോദ്യം 1857 കലാപത്തിലെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങൾ ഏതാണ്? 1857 കലാപത്തിൽ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ആഗ്ര, ലക്നൗ, മീററ്റ്. ആഗ്ര, ലക്നൗ, മീററ്റ്. വേറെ കാര്യം കൂടി ഓർത്തു നോക്കുക. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ചോദിച്ചാലും ഏത് തന്നെയാ? ഉത്തർപ്രദേശ് ആട്ടോ. ഏതാ? ഉത്തർപ്രദേശാണ്. ഇനി 32ാമത്തെ ചോദ്യം 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആരാ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്? ആരാ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? നാനാ സാഹിബ് ആട്ടോ. ആരാ? നാനാ സാഹിബാണ് ബുദ്ധി കേന്ദ്രം. ആരാ? നാനാ സാഹിബാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് മദ്രാസ്, ബോംബെ, പഞ്ചാബ്. മദ്രാസ്, ബോംബെ, പഞ്ചാബ്. ഇനി 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാ? വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാ? കൻവർ സിംഗ് ആട്ടോ. ആരാ? കൻവർ സിംഗ് ആണ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാ? കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? കൻവർ സിംഗ് കേട്ടോ. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? കൻവർ സിംഗ്. അതുപോലെ കലാപത്തിൽ 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രമാരായിരുന്നു? നാനാ സാഹിബ്. 1857 കലാപത്തിലെ അംബാസിഡർ എന്നറിയപ്പെടുന്ന ആരാ? അസിമുള്ള ഖാൻ കേട്ടോ. ആരാ? അത് അസിമുള്ള ഖാന്. അതുപോലെ കലാപത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാ? 1857 കലാപത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അത് ഝാൻസി റാണി കേട്ടോ. അത് ഝാൻസി റാണി. ഇനി 1857 വിപ്ലവത്തിന്റെ 150ാമത് വാർഷികം ഇന്ത്യ ആഘോഷിച്ച വർഷം ഏതാ? 1857 വിപ്ലവത്തിന്റെ 150ാമത് വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് 2007 എന്നാ 2007. 36ാമത്തെ ചോദ്യം ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ്? ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ്? എവിടുന്ന? ഓപ്ഷൻ എ ആണ് ഹ്യൂമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. ഓപ്ഷൻ എ ആണ് ഹ്യൂമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. 37ാമത്തെ ചോദ്യം 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ. മ്യൂട്ടിനി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഏതാ? 1857 വിപ്ലവത്തിന്റെ സ്മാരകമായിട്ടുള്ള മ്യൂട്ടിനി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് അജിത്ത് ഗഡ് ആട്ടോ. ഏതാ? അജിത്ത് ഗഡ് ആണ്. അജിത്ത് ഗഡ്. 38ാമത്തെ ചോദ്യം ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടായിരുന്നു? റങ്കൂണിലേട്ടോ. എങ്ങോട്ടാ? റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. എങ്ങോട്ടാ? റങ്കൂണിലേക്ക്. 39ാമത്തെ ചോദ്യം ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം ഏതാ? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടെന്ന് നമ്മൾ പറഞ്ഞു? റങ്കൂണിലാന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ട് മരിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1862 1862 ആര് അന്തരിക്കുന്നത്? ബഹദൂർ ഷാ സെക്കൻഡ് മരിക്കുന്നത്. ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാ? ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ചോദിച്ചാൽ ഏതാ? സത്താറയാട്ടോ. ഏതാ? സത്താറയാണ്. എന്താ ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്തിട്ട് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കും. അതിൻ്റെ എന്ത് ചെയ്യുക? രാജ്യത്തെ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് ഇത് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കിയ ഗവർണർ ചോദിക്കാറുണ്ട്. ആരാ? അത് ഡൽഹൌസിയാണ്. വർഷം 1848 കേട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ ഏതാ? 1848 നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ചാൽ ഏതാ? അത് സത്താറയാണ്. വർഷം ഏത് തന്നെയാ? 1848 തന്നെയാണ്. അതുപോലെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചാൽ ഔധാണ് കേട്ടോ. ഏതാ? ഔധിലായിരുന്നു കേട്ടോ. 1898 കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചാൽ ഔധാണ്. ഇനി
ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, ഔദാണ് കേട്ടോ. ഏതാ? ഔദാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ചോദിച്ചാൽ ഔദാണ്. ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഔദിലെ നവാബ് ആരായിരുന്നു? ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഔദിലെ നവാബ് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, വാജിദ് അലി ഷായാണ്. ഓപ്ഷൻ ബി ആണ്, വാജിദ് അലി ഷായാണ്. ഇനി 43ാമത്തെ ചോദ്യം, ദത്തവകാശ നിയമം പിൻവലിച്ചത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ഡൽഹൌസിയാണ്. ഇത് പിൻവലിച്ച വൈസ്രോയി ചോദിച്ചാൽ ആരാ? ക്യാനിങ് പ്രഭുവാണ്. 1859 കേട്ടോ. 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത്. പിൻവലിച്ച വൈസ്രോയി നമ്മൾ പഠിച്ചു ആരാ? ക്യാനിങ് പ്രഭുവാണ്. ഇനി 44ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട 3 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട 3 നാട്ടുരാജ്യങ്ങൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ജയ്പൂർ, നാഗ്പൂർ, ഝാൻസി കേട്ടോ. ജയ്പൂർ, നാഗ്പൂർ, ഝാൻസി. ഇനി 45ാമത്തെ ചോദ്യം, 1824 കിട്ടൂർ എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ അനൌദ്യോഗികമായിട്ട് ഉപയോഗിച്ച നിയമം ഏതാണ്? 1824 കിട്ടൂർ എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ അനൌദ്യോഗികമായിട്ട് ഉപയോഗിച്ച നിയമം ചോദിച്ചാലും ഏത് തന്നെയാ? ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമമാണ്. 46ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ പോരാടിയ ധീര വനിതയാരാണ്? ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ പോരാടിയ ധീര വനിത ആരാന്ന് ചോദിച്ചാൽ ആരാ? കിട്ടൂർ റാണി ചിന്നമ്മ കേട്ടോ. ആരാ? കിട്ടൂർ റാണി ചിന്നമ്മയാണ്. നമ്മൾ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണിത്. അതുപോലെ ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യം കൂടിയാണ് ഇത് കിട്ടൂർ എന്ന് പറയുന്നത്. ഇതിൽ ഭർത്താവിൻ്റെയും, ഈ കിട്ടൂർ ചിന്നമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിത ചോദിച്ചാലും ആര് തന്നെയാണ്? കിട്ടൂർ റാണി ചിന്നമ്മയാണ്. ഇനി 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഫലം ചോദിച്ചാൽ എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്, 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. 50ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം ഏതാണ്? 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു. 51ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായിട്ട് അവരോധിച്ച വ്യക്തി നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഇനി 52ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ച വ്യക്തി ആരാണ്? 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ബിർജിസ് ഖാദർ ആട്ടോ. ഓപ്ഷൻ സി ആണ്, ബിർജിസ് ഖാദർ ആണ്. ഇനി ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ട വാജിദ് അലി ഷായുടെ മകൻ ആരാണ്? ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട വാജിദ് അലി ഷായുടെ മകൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ബിർജിസ് ഖാദർ ആണ്. 54ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി ഏതാണ്? 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആട്ടോ. എന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്?
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ഏതാ? ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ എ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ഇനി 58ാമത്തെ ചോദ്യം, 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തി ചോദിക്കും. ആരാത്? അത് ക്യാനിങ് പ്രഭു ആട്ടോ. ഓപ്ഷൻ ബി ആണ് ക്യാനിങ് പ്രഭു ആണ്. 59ാമത്തെ ചോദ്യം, ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതാ? ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം. 60ാമത്തെ ചോദ്യം, 1857 പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാ? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാ? അസീമുള്ള ഖാൻ ആട്ടോ. ആരാ? അസീമുള്ള ഖാൻ ആണ്. 61ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് ആരാ? 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ എന്ന് അറിയപ്പെടുന്നത് ആരാ? അസീമുള്ള ഖാൻ അല്ലെ. അംബാസിഡർ ആരാ? അസീമുള്ള ഖാൻ. 62ാമത്തെ ചോദ്യം, ഝാൻസിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാ? ഝാൻസിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഓപ്ഷൻ ഡി ആണ് റാണി ലക്ഷ്മി ബായി. ഓപ്ഷൻ ഡി റാണി ലക്ഷ്മി ബായി. 63ാമത്തെ ചോദ്യം, റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ നാമം എന്താ? ദ റിയൽ നെയിം ഓഫ് റാണി ലക്ഷ്മി ബായി എന്താ? 63ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് മണികർണിക അല്ലെ. ഓപ്ഷൻ എ മണികർണിക. 64ാമത്തെ ചോദ്യം, ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയായിരുന്നു ആര്? റാണി ലക്ഷ്മി ബായി. ഇനി 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാൻ കാരണമായ സംഭവം എന്താ? 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാൻ കാരണമായ സംഭവം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ഝാൻസി റാണി 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടാൻ കാരണം. ഇനി 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ എ ആണ് റാണി ലക്ഷ്മി ബായി ആണ്. 67ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? നമുക്കറിയാം 1857 വിപ്ലവത്തിന് ശേഷം വന്ന ഒരു പുതിയ തസ്തികയാണ് അല്ലെ. പുതിയൊരു ഇന്ത്യയെ വരെ ഭരിക്കാൻ വേണ്ടി വന്ന പുതിയൊരു ഉദ്യോഗസ്ഥനാണ് ആര്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയില്ലേ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആട്ടോ. ഓപ്ഷൻ ഡി എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ്. 68ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഹാമിൽട്ടൺ ആട്ടോ. ആരാ? ഹാമിൽട്ടൺ ആണ്. 69 ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വില്യം ഫ്രാൻസിസ് ഹാരെ. ഓപ്ഷൻ സി വില്യം ഫ്രാൻസിസ് ഹാരെ ആണ്. 70ാമത്തെ ചോദ്യം, ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഹ്യൂഗ് റോസ് ആണ്. 71ാമത്തെ ചോദ്യം, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ഹ്യൂഗ് റോസ് ആണ്. 72ാമത്തെ ചോദ്യം, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ആട്ടോ. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 73 ഝാൻസി റാണിയുടെ കുതിരകൾ അറിയപ്പെടുന്നത് ഏതൊക്കെയാ? ഝാൻസി റാണിയുടെ കുതിരകൾ ഏതൊക്കെയാ? ബദൽ, പവൻ, സാരംഗി. ബദൽ, പവൻ, സാരംഗി. ബാദൽ, പവൻ, സാരംഗി. 74 കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാ? കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാ? ഓപ്ഷൻ ബി ആണ് ബാദൽ ആട്ടോ. ഏതാ? ബാദലാണ്. 75 ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആരാ?
ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആരാ? ഝാൻസി റാണി ആട്ടോ. ഓപ്ഷൻ എ ആണ് ഝാൻസി റാണി. ഇനി ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ഏതാണ്? ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1858 ജൂൺ 18 ആട്ടോ. 1858 ജൂൺ 18 ആരന്തരിക്കുന്നത്? ഝാൻസി റാണി അന്തരിക്കുന്നത്. 77ാമത്തെ ചോദ്യം, INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻ ബി ആണ് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. 78ാമത്തെ ചോദ്യം, 1858 വിപ്ലവത്തിന്റെ ഫലമായിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? 1858 വിളംബരത്തിന്റെ ഫലമായിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് വിക്ടോറിയ രാജ്ഞിയാണ് അല്ലേ. ഓപ്ഷൻ സി വിക്ടോറിയ രാജ്ഞി. 79ാമത്തെ ചോദ്യം, താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് കോളിൻ ക്യാമ്പൽ ആട്ടോ. ഓപ്ഷൻ ഡി കോളിൻ ക്യാമ്പൽ. 80ാമത്തെ ചോദ്യം, താന്തിയോ തോപ്പി വധിക്കപ്പെട്ടതെന്നാണ്? താന്തിയോ തോപ്പി വധിക്കപ്പെട്ടത് എന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ് 1859 ഏപ്രിൽ 18 81ാമത്തെ ചോദ്യം, താന്തിയോ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താന്തിയോ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ആണ് ശിവപുരിയിലാണ്. 82 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. 83 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ചോദിച്ചാൽ ആരാ? പ്രീതിലത വഡേദാർ ആണ് അല്ലെ. പ്രീതിലത വഡേദാർ. 84ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാ? ഓപ്ഷൻ ഡി ആണ് ഖുദിറാം ബോസ് കേട്ടോ. ഖുദിറാം ബോസ്. 85 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? അഷ്ഫാഖ് ഉല്ലാ ഖാൻ. ഓപ്ഷൻ എ ആണ് അഷ്ഫാഖ് ഉല്ലാ ഖാൻ ആണ്. 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും പുറത്തിറക്കിയ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? 1857 വിപ്ലവത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ ചലച്ചിത്രമാണ് ഏത്? ഓപ്ഷൻ ഡി ശത്രഞ്ച് കെ ഖിലാരി എന്ന് പറഞ്ഞിട്ടോ. ഏതാ? ശത്രഞ്ച് കെ ഖിലാരി. 87ാമത്തെ ചോദ്യം, മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് കേതൻ മേത്തയാട്ടോ. ആരാ? കേതൻ മേത്തയാണ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ച വ്യക്തി ആരാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ച വ്യക്തി ആരായിരുന്നു? അമീർ ഖാൻ. ഓപ്ഷൻ സി അമീർ ഖാൻ ആണ്. 89ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് മനോഹർ മാൽഗോക്കർ രചിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഡെവിൾസ് വിൻഡ് ആട്ടോ. ഏതാ? ഡെവിൾസ് വിൻഡ് ആണ്. 90ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി ഏതാ? ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി ഏതാ? ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഏതാ? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 91ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കാറൽ മാക്സ്. 92ാമത്തെ ചോദ്യം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് അറിയപ്പെടുന്നത് ഏതാ? വെല്ലൂർ കലാപം അല്ലെ. ഓപ്ഷൻ ബി ആണ് വെല്ലൂർ കലാപമാണ്. ഇനി 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടതാരാണ്? 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ട വ്യക്തി ആരായിരുന്നു? ബെഞ്ചമിൻ ഡിസ്രേലി ആട്ടോ. ആരാ? ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. 94ാമത്തെ ചോദ്യം, വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വി ഡി സവർക്കർ ആണ്. ആരാണ്? വി ഡി സവർക്കർ ആണ്. 95ാമത്തെ ചോദ്യം, വെല്ലൂർ കലാപം ആരംഭിച്ചതെന്നാണ്?
വെല്ലൂർ കലാപം ആരംഭിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ സി ആണ് 1806 ജൂലൈ 10 കേട്ടോ. 1806 ജൂലൈ 10 ഇനി വെല്ലൂർ കലാപത്തിന്റെ കേന്ദ്രം എവിടെയാണ്? വെല്ലൂർ കലാപത്തിന്റെ കേന്ദ്രം എവിടെയാ? വെല്ലൂർ കലാപത്തിന്റെ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂർ അല്ലെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ്. 97ാമത്തെ ചോദ്യം, വെല്ലൂർ കലാപ കാരണം എന്തായിരുന്നു? വെല്ലൂർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ ഏതാ? വസ്ത്രധാരണാ രീതിയായിരുന്നു കേട്ടോ. വസ്ത്രധാരണ രീതിയായിരുന്നു. 98ാമത്തെ ചോദ്യം, പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ജോൺ ക്രാറ്റോക്ക് ആണ്. ജോൺ ക്രാറ്റോക്ക്. ഓപ്ഷൻ ഡി ആണ് ജോൺ ക്രാറ്റോക്ക്. 99ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിക്കൊണ്ട് നടത്തിയ കലാപം ഏതാണ്? ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിക്കൊണ്ട് നടത്തിയ കലാപം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് വെല്ലൂർ കലാപമാണ്. അവസാനത്തെ ചോദ്യം, 100ാമത്തെ ചോദ്യം, താന്തിയോ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? താന്തിയോ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ശിവപുരി ആട്ടോ. ശിവപുരിയാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം. 1857 കലാപത്തിന് മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം ചോദിച്ചാൽ അത് 6:1 ആയിരുന്നു. എന്നാൽ അത് കലാപത്തിന് ശേഷം ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ അത് 2:1 ആയിട്ട്. അതൊന്ന് ഓർത്തു വെക്കണം. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ 1857 പ്രധാനപ്പെട്ട കുറച്ച് കലാപ കേന്ദ്രങ്ങളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ഉത്തർപ്രദേശാന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അലഹബാദ്, ഝാൻസി, ആഗ്ര, മധുര, അലിഗഡ്, ലഖ്നൗ, മീററ്റ്. ഈ 7 സ്ഥലങ്ങളും എവിടെയാണെന്നറിയോ? ഉത്തർപ്രദേശിൽ കേട്ടോ. 1857 കലാപ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? മീററ്റ്, ലഖ്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഈ 7 സ്ഥലങ്ങളും എവിടെയാ? ഉത്തർപ്രദേശിൽ. ഇനി പശ്ചിമ ബംഗാളിൽ ഒരു സ്ഥലമുണ്ട്, ബരക്പൂർ കേട്ടോ. ഏതാ? ബരക്പൂർ ബാരക്പൂർ എവിടെയാ? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. മധ്യപ്രദേശിലെ ഗ്വാളിയോർ എവിടെയാ? മധ്യപ്രദേശ്. രാജസ്ഥാനിലെ ഭരത്പൂർ. ഉത്തരാഖണ്ഡിലെ റൂർക്കി, ബീഹാറില് ആര. ഈ കലാപ കേന്ദ്രങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഒരു 2 കൃതികൾ കൂടി ഓർത്തു വെക്കണം. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണമായിട്ടുള്ള മത്സ്യപ്രവാസ് കേട്ടോ. ദൃക്സാക്ഷി വിവരണമായിട്ടുള്ള മത്സ്യപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം കേട്ടോ. മറാത്ത ഗ്രന്ഥമാണ്, ഓർത്തു വെക്കുക. മറാത്ത ഗ്രന്ഥമാണ് ഇത്, മത്സ്യപ്രവാസ്. ഇത് രചിച്ചതാരാന്ന് ചോദിക്കാറുണ്ട്. വിഷ്ണു ഭട്ട് ഗോഡ്സെ കേട്ടോ. ആരാ? വിഷ്ണു ഭട്ട് ഗോഡ്സെയുടെ മറാത്ത ഗ്രന്ഥമാണിത്, മത്സ്യപ്രവാസ്. അതുപോലെ തന്നെ 57 വിപ്ലവത്തെ ആസ്പദമാക്കിക്കൊണ്ട് മലയാറ്റൂർ കൃഷ്ണ രചിച്ച മലയാള നോവലുണ്ട്. അത് ഏതാ? അമൃതം തേടി കേട്ടോ. ഏതാ? അമൃതം തേടി ആരതാ? മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ചതാണ്. ഇതിൻ്റെ കൂടെ വേറെ കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. PS എന്തായാലും ചോദിക്കുന്നതാണ്. 57 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഝാൻസിയിൽ നേതൃത്വം നൽകിയതാര്, ആഗ്രയിൽ നേതൃത്വം നൽകിയതാര്, ബീഹാറിലാര്, ഡൽഹിയിലാരെന്നൊക്കെ അത് മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. അത് കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ അറിയാം, ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബംഗാൾ വിഭജനം പഠിക്കാണ്ട്, സ്വദേശി പ്രസ്ഥാനം പഠിക്കാൻ, അതൊക്കെ ഇനിയുള്ള ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ നമ്മൾ മെല്ലെ തീർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.